ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അങ്ങനെ എൻ്റെ നാട്ടിൽ പോകുന്ന ടൈമായിട്ടോ ഗൈസ്. അങ്ങനെ ഇന്ന് 11:50 എൻ്റെ ഫ്ലൈറ്റ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾ രാവിലെ ഒരു 9 മണിയായപ്പോൾ തന്നെ ഞങ്ങൾ എയർപോർട്ടിലേക്ക് തിരിച്ചിട്ടോ. ഭയങ്കര വിഷമമുണ്ടെന്ന് പറഞ്ഞാൽ നല്ല സങ്കടമുണ്ട്. കാരണം ഇക്കാക്ക് ഇനി എന്താ പറയുക, ഒറ്റക്കാണ് എന്നുള്ളൊരു, നമ്മൾ പറഞ്ഞ നാട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ കുടുംബത്തിൻ്റെ അടുത്തേക്കാണ്, പക്ഷെ അവർക്ക് അങ്ങനെയല്ലല്ലോ. അപ്പോൾ ആ ഒരു വിഷമം നല്ലോണം ഉണ്ട്. അങ്ങനെ ഞാൻ എന്നെ അവിടെ ഇറക്കിയിട്ട് ഇപ്പോൾ കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടി പോയിട്ടോ. അങ്ങനെ ഞാൻ കുറേ നേരം അവിടെ പോസ്റ്റായി നിന്നു. അപ്പോൾ എനിക്ക് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ടെൻഷനാണല്ലോ, നമ്മൾ ഒറ്റയ്ക്കല്ലേ പോകണേ. അങ്ങനെ ഇക്കാനോട് യാത്ര പറഞ്ഞ് ഞാൻ ഇറങ്ങിയിട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം, ഒന്നാമത് എനിക്ക് പേടിയാണ്. ഇക്കക്ക് ഭയങ്കര സങ്കടം കേട്ടോ, എനിക്ക് നല്ല സങ്കടമുണ്ട്. അങ്ങനെ ഏതായാലും ഞാൻ ബോർഡിംഗ് പാസ് എടുക്കാൻ വേണ്ടി പോയി. അങ്ങനെ ഇറങ്ങിയപ്പോൾ എനിക്ക് ടെൻഷനായിരുന്നു. ആരെങ്കിലും പരിചയക്കാരുണ്ടെങ്കിൽ ആ കൂട്ടത്തിലൊക്കെ പോയാൽ മതിയല്ലോ. അങ്ങനെ ഏതായാലും ഒരു ഇക്കാനെ പരിചയപ്പെടുത്തി തന്നു. ആ ഇക്കാൻ്റെ കൂടെയാണ് ഞാൻ പിന്നെ പോകുന്നത്. ഇക്കാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത് കേട്ടോ. അതായത് എല്ലാ കാര്യങ്ങളും അവരുടെ ഉള്ളിലുള്ള ഫോർമാലിറ്റീസൊക്കെ. അങ്ങനെ എൻ്റെ ലഗേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 37 കിലോയാണ് ടോട്ടൽ. അത് 7 ഹാൻഡ് ബാഗും 30 കിലോ ലഗേജുമാണ് കൊണ്ടുപോകാൻ പറ്റുക. അങ്ങനെ ഈ ഇക്കയുടെ കൂടെ ഉള്ളത് കേട്ടോ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ലഗേജ് തൂക്കി നോക്കിയപ്പം ആ ഇക്കാൻ്റെത് ലഗേജ് കുറവാണ്, പക്ഷേ 4 ബാഗുണ്ട്, പക്ഷേ 4 ബാഗ് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എൻ്റേത് ഇത് ടോട്ടൽ 36 കിലോ ആണ് കേട്ടോ. അപ്പോൾ എനിക്ക് അവർക്ക് കയ്യിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ചെറിയ കുഞ്ഞ് ട്രോളി ബാഗാണ്. അപ്പോൾ 2 കുട്ടികൾക്കുള്ളതാണ്. അപ്പോൾ ഒന്ന് കൊണ്ടുപോയാൽ ഒരു കുട്ടി അടിയാവും പറഞ്ഞിട്ട് അയാൾക്ക് ഭയങ്കര വിഷമമുണ്ട് ആൾക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞത് എങ്ങനെയാണെങ്കിൽ ഒരു അതിലുള്ള ക്ലോത്ത് കൊണ്ടുപോകണമെന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്തോളെ, എൻ്റെ ലഗേജ് ഹാൻഡ് ബാഗ് നിങ്ങൾ ട്രോളി ബാഗിൽ ഇട്ടോളി, ട്രോളി ബാഗ് മതി നാട്ടിലേക്ക് കൊണ്ടുപോകാൻ പുള്ളിക്കാരനെ. അങ്ങനെ ആ ബാഗിലേക്ക് എൻ്റെ ഹാൻഡ് ബാഗ് അതിലേക്ക് ഇറക്കി വെച്ചിട്ട് ആളത് പിടിച്ചു. അതിലുണ്ടായിരുന്ന പഴയ ക്ലോത്ത് ഇരുന്നത് പുള്ളിക്കാരൻ റൂമിലുള്ള കൂടെ വന്ന ആളുടെ അടുത്ത് റിട്ടേൺ കിട്ടുകയും ചെയ്തു. അങ്ങനെ ഈ ദോഹയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഉള്ളിലേക്ക് അത്യാവശ്യം നല്ല നടക്കാനുണ്ട്. ഈ എയർപോർട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലോണം ഉണ്ട്. അപ്പോൾ അങ്ങനെ ആളുടെ കൂടെ പോയി ഏതായാലും ഡ്യൂട്ടി ഫ്രീന്ന് ആളെന്തൊക്കെയോ സാധനങ്ങളൊക്കെ വാങ്ങി. ഞാൻ അത്രയും നേരം പോസ്റ്റ് ചെയ്തിരുന്നു. എന്തായാലും എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഒറ്റയ്ക്ക് പോകണത് പറഞ്ഞാൽ ഭയങ്കര ടെൻഷനാണല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ കുറേ വീഡിയോസ് എടുത്ത് അങ്ങനെ നിന്നു. ഏതായാലും എനിക്ക് ടെൻഷൻ ഫ്രീ ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോണ വിഷമം എന്നല്ലാതെ അതിൻ്റെ ഉള്ളിലുള്ള ഫോർമാലിറ്റീസിൻ്റെയും അതിൻ്റെ ഒന്നും എനിക്ക് ടെൻഷൻ ഉണ്ടായില്ല. കാരണം ആൾ എല്ലാ കാര്യങ്ങളും ഉള്ളതുകൊണ്ട് പുള്ളിക്കാരൻ അങ്ങനെ ചെയ്തുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് എനിക്കൊരു ടെൻഷൻ ഉണ്ടായില്ല കേട്ടോ. പിന്നെ ദോഹ എയർപോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിൽ അത്യാവശ്യം നന്നായിട്ട് നടക്കാനുണ്ട് കേട്ടോ. കാരണം ഫ്ലൈറ്റ് കയറുന്ന വരെ അത്യാവശ്യം നല്ലോണം നടക്കാനുണ്ട്. അങ്ങനെ നമ്മളെ കോഴിക്കോട് എയർപോർട്ടിൻ്റെ പോലെയൊന്നുമല്ല. അങ്ങനെ ഏതായാലും ഒന്നാമത്തെ എൻ്റെ ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഗേജ് അധികമായി കഴിഞ്ഞാണ്ട് അത് ഓപ്പൺ ചെയ്ത് അങ്ങോട്ടോട്ട് ചേഞ്ച് ചെയ്ത് അതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല റിസ്ക്കാണ്. ലേഡീസുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ഉള്ള പേടിയാണ്. ഒന്നാമത് പെൺകുട്ടികൾ ഒറ്റയ്ക്ക് പോകാനുമ്പോൾ തന്നെ നമുക്ക് പേടിയാണ് അതിൻ്റെ ഇടയിൽ കൂടെ. അങ്ങനെ ഏതായാലും ഞാൻ തലേന്ന് ലഗേജ് കൂടുതൽ വാങ്ങിയപ്പോൾ ഇക്കാനോട് ഇങ്ങനെ പിണങ്ങിയും ഇത്ര വാങ്ങല്ലേ എനിക്ക് കൊണ്ടുപോകാൻ എനിക്ക് ടെൻഷനാണ്, പേടിയാണ്. പിന്നെ ഫസ്റ്റ് നമ്മൾ കൂടുതലും അവരെ പോലെ ഇങ്ങനെ കൂടുതൽ പോകുന്ന ആൾക്കാരല്ലല്ലോ. അപ്പോൾ ഏതായാലും ഒരു 36 കിലോ ആക്കി. അപ്പോൾ നമ്മളെപ്പോഴും പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമുക്ക് 37 ആണ് കൊണ്ടുപോകാൻ പറ്റുകയെന്നെങ്കിലും അല്ല എവിടെയെങ്കിലും നമ്മളെന്ത് ചെയ്യണം, അതൊരു 35 ഒതുക്കണം, അല്ലെങ്കിൽ 36 എങ്ങനെയായാലും ഒരു 1.5 കിലോ എങ്കിലും നമ്മളതിൻ്റെ വ്യത്യാസം ഉണ്ടാകും. നമ്മളെ തൂക്കുന്നതും അവരതും വെയിറ്റിംഗ് മെഷീനായിട്ട് വ്യത്യാസങ്ങളുണ്ടാവും. അപ്പം അങ്ങനെ കൊണ്ടുപോകാൻ പാടുള്ളൂ കേട്ടോ. ഇതിൻ്റെ ഒരു അനുഭവം ഞങ്ങളോട് പറയുന്നത്. അപ്പോൾ നമുക്ക് ടെൻഷൻ ഫ്രീ ആവാം. അങ്ങനെ ഏതായാലും ഞങ്ങൾ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ കയറാൻ പോകാൻ കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് കുറേ വീഡിയോസെല്ലാം കണ്ടിട്ട് തന്നു. ഇതൊക്കെ ഇനിയിപ്പോൾ ദോഹയോട് നമ്മൾ വിട പറയാമല്ലോ. ഇൻഷാ അല്ലാഹ് എന്തായാലും റിട്ടേൺ ഞാനിവിടെ ഇങ്ങനെ വരും. അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു വിഷമമാണ്. ഞാൻ ഇക്കാനെ ഇങ്ങനെ വിളിച്ചിട്ട് ഇക്കാനോട് ഓരോ കാര്യങ്ങൾ, അതിൻ്റെ ഇടയിൽ ഞാൻ നിന്നിട്ട് നാട്ടിലെ നമ്പർ റീചാർജ് ചെയ്തു. കാരണം നാട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ കൂടെയുള്ള ഇക്കാൻ്റെ നമ്പർ എൻ്റെ വീട്ടുകാർക്ക് ഇട്ട് കൊടുത്തു. കാരണം ഈ വീഡിയോ എടുക്കുന്ന കാരണം തന്നെ എൻ്റെ മൊബൈലിൽ അത്യാവശ്യം പെട്ടെന്ന് ചാർജ് തീരാനായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന് ചാർജും ചെയ്യേണ്ട വിചാരിച്ചിട്ട് പിന്നെ ആളുടെ നമ്പറും വീട്ടുകാർക്ക് ഇട്ട് കൊടുത്തു. അങ്ങനെ ഏതായാലും ഫ്ലൈറ്റ് കയറാൻ പോവുകയാണ്. അപ്പോൾ ദോഹയോട് വിട പറയാണ്. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ടൈം റിട്ടേൺ വരാം എങ്കിൽ പോലും ഈ ടൈമിൽ. അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ ഭയങ്കര ഒരു നെഞ്ച് പൊട്ടുന്നൊരു ഫീലിങ്സാണ് നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം നമ്മളെ കൂടെയുള്ള ആളിട്ടിട്ട് നമ്മൾ പോവല്ലേ, അവരൊറ്റക്കല്ലേ എന്നുള്ളൊരു ടെൻഷൻ. എനിക്ക് പിന്നെ ഭയങ്കര എനിക്ക് എൻ്റെ പ്രത്യേകത പറഞ്ഞാൽ സങ്കടം വന്നാലും ഞാൻ ചിരിക്കും, എല്ലാവരും ചീത്ത പറഞ്ഞാലും ഞാൻ ചിരിക്കും. അതാണ് എൻ്റെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ എൻ്റെ മുഖത്ത് ചിരിയാണ് വരിക, പക്ഷേ എൻ്റെ ഉള്ളിലുള്ള പൊട്ടിക്കരയാണെങ്കിൽ പോലും ഞാൻ ചിരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കും. അങ്ങനെ എൻ്റെ പ്രത്യേകത എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരുപാട് ആൾക്കാർ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ കയറി എല്ലാവരും പിന്നെ സാധനങ്ങൾ ലഗേജുകളൊക്കെ വെക്കുന്നുണ്ട്. ഞാനതൊക്കെ അങ്ങനെ വീഡിയോ എടുത്തു. ഇപ്പം
എന്തായാലും അങ്ങനെ ഫ്ലൈറ്റ് പൊങ്ങാൻ പോവാണ് ഗെയ്സ്. അപ്പം നാട്ടിൽ വീട്ടുകാരൊക്കെ ഏകദേശം വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടാവും എയർപോർട്ടിലേക്ക്. എന്തായാലും ഫ്ലൈറ്റ് പൊങ്ങണതിന് മുന്നേ തന്നെ ഫോണ് സ്വിച്ച് ഓഫ് ആണതിന് മുന്നേ തന്നെ ഞാൻ എന്ത് ചെയ്തു, വീട്ടിലേക്ക് മെസ്സേജ് അയച്ചു. ഞാനിവിടെ നിന്ന് ഇറങ്ങുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ടു. അങ്ങനെ ഏതായാലും കോഴിക്കോട് എയർപോർട്ടിലെത്തി. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാലും നമ്മളെ ഫോർമാലിറ്റീസുകളുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒന്ന് ലഗേജൊക്കെ എടുത്തിറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പണി തന്നെയാണ്. അതിനുള്ള എനിക്ക് കുറച്ച് ക്യാഷ് തന്നിട്ടുണ്ടായിരുന്നു, അതായത് റിയാൽ. അപ്പോൾ അത് റിയാൽ ചേഞ്ചൊക്കെ ആക്കി ലഗേജൊക്കെ എടുത്തു. വീട്ടുകാർ വെയിറ്റ് ചെയ്യുന്നുണ്ട് പറഞ്ഞു. നാട്ടിൽ അവർക്ക് വിളിച്ചു. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ പുറത്തുണ്ട്, വെയിറ്റിംഗ് ആണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഗൈസ് വീട്ടുകാരുടെ അടുത്ത് എത്തി. ഇതാണ് കുട്ടി തപ്പക്കുട്ടി ജബീനെ കണ്ടപ്പോൾ ഓടി വന്നു കേട്ടോ. ഉമ്മയും നാത്തുമാരും ഉപ്പയ്ക്ക് എല്ലാവരും ഉണ്ടായിരുന്നു. അവരെ കണ്ടപ്പോൾ സന്തോഷമായി. ഞാൻ അവിടെ എത്തിയ ഉടനെ ഇക്കാക്ക് മെസ്സേജ് ഇട്ടു ഞാനിവിടെ എത്തി എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഗൈസ് നാട്ടിലെത്തി. ഇവരെ കാണുമ്പോൾ ഒരു സന്തോഷമാണ്. എങ്കിൽ പോലും നമ്മളെ മനസ്സിൻ്റെ ഉള്ളിൽ എപ്പോഴും അവിടുത്തെ ഒരു വിചാരം ടെൻഷനും ഉണ്ടാവും. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഫ്ലൈറ്റ് യാത്രയുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ടെൻഷൻ ഫ്രീ ആണ്, ഇല്ലെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് പോകാമെന്ന് നല്ല ടെൻഷൻ തന്നെയാണ് കേട്ടോ. അത് എനിക്ക് അവിടെ നിന്ന് പോകേണ്ടിയും അതേപോലെ തന്നെ ടെൻഷനാണ് എനിക്ക് അവിടെ പോകുമ്പോഴുള്ള ടെൻഷൻ എന്ന് പറയുന്നത്, അതായത് എയർപോർട്ടിൽ. അങ്ങനെ പിന്നെ ഉള്ളത് കെട്ടി പൊളിക്കുക എന്നുള്ളതാണ്. കാരണം കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്കൊരു സ്വൈര്യം തന്നിട്ടില്ല. കാരണം മിഠായി ഉള്ളതും പിന്നെ അവർക്കുള്ള സാധനങ്ങളാണ് എനിക്ക് കൂടുതൽ, കുട്ടികളുടെ ഡ്രസ്സും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. അങ്ങനെ എന്തായാലും എൻ്റെ ഉപ്പച്ചി എന്ത് ചെയ്തു, പെട്ടി പൊളിക്കുകയാണ്. അപ്പം അതിൻ്റെ ഒരു ബഹളമാണ്. മിഠായി പിന്നെ കുറേ ഡ്രസ്സുകളും പിന്നെ കുറേ അല്ലാത്ത സാധനങ്ങളാണ്. ദിലുമോനെ സ്മാർട്ട് വാച്ച് അതിന് കാത്തിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും പെട്ടി പൊട്ടിക്കുന്ന തിരക്കാണ്. കാരണം വന്നപ്പോൾ തൊട്ട് പെട്ടി മിഠായി എന്നുള്ളൊരൊറ്റ വിചാരത്തിലാണ് സന്നി സബി സി ബേബി ഉള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു ഫ്ലൈറ്റ് യാത്രൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ പറയുക, നമുക്ക് ആദ്യം പോകുമ്പോൾ ഭയങ്കര ടെൻഷനായിരിക്കും, പിന്നെ നമുക്കതൊന്നൊരു വിഷയം ഉണ്ടാവില്ല. അപ്പോൾ ഗൈസ് ഇതൊക്കെ തന്നെ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ലൈക്ക് അടിക്കുക കേട്ടോ. ഓക്കെ ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.